നമസ്കാരം. ന്യൂസ് മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്ത. 42ാം ദേശീയ ദിനാഘോഷത്തിന്റെ നിറവിൽ യു എയുടെ ഭാവിയിൽ പ്രതീക്ഷയർപ്പിച്ച് സ്വന്തം പൗരന്മാർക്കൊപ്പം പ്രവാസികളും. ഇന്ത്യക്ക് UAE നൽകി വരുന്ന പിന്തുണ അനൽപമാണെന്ന് വ്യവസായ പ്രമുഖൻ MA യൂസുഫ് അലി. സൗദിയിൽ നിന്ന് വിദേശികളെ ഒഴിവാക്കുകയല്ലെന്നും മറിച്ച് അനധികൃത തൊഴിലാളികളെ നിയമാനുസൃതമായി നിലനിർത്തുകയാണെന്നും അമീർ ഫൈസൽ. ഇന്ത്യക്കാരടക്കമുള്ള വിദേശികൾക്ക് ധാരാളം പുതിയ തൊഴിലവസരങ്ങളാണ് സൗദിയിൽ വരാൻ പോകുന്നതെന്നും അമീർ ഫൈസൽ. TP വധക്കേസിലെ പ്രതികൾ ജയിലിൽ യഥേഷ്ടം ഫോൺ ഉപയോഗിച്ചതായി രേഖകൾ. ഫോൺ നമ്പറുകളും കോൾ ലിസ്റ്റും മീഡിയ വൺ പുറത്തുവിട്ടു. കൊടിസുനിയും കിർമാനി മനോജും ഫേസ്ബുക്കിലിട്ടത് നിരവധി ചിത്രങ്ങൾ. ഫേസ്ബുക്കിൽ ജയിലിനുള്ളിലെ ദൃശ്യങ്ങളും. അന്വേഷണ റിപ്പോർട്ട് കിട്ടിയാൽ നടപടിയെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. മന്ത്രി നാളെ ജയിൽ സന്ദർശിക്കും. തനിക്കെതിരെ മാധ്യമങ്ങൾ നൽകിയ ദൃശ്യങ്ങൾ വ്യാജമാണെന്ന് പോലീസിന് എളമരം കരീമിന്റെ പരാതി. TP നൌഷാദിന്റെ കോഴിക്കോട്ടെ ഓഫീസ് ക്രൈംബ്രാഞ്ച് സീൽ ചെയ്തു. ചക്കിട്ടപ്പാറ ഖനനത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കാത്തത് ശരിയായില്ലെന്ന് രമേശ് ചെന്നിത്തല. ഇസ്രത് ജഹാൻ വ്യാജ ഏറ്റുമുട്ടൽ കേസിന്റെ കുറ്റപത്രത്തിൽ ഗുജറാത്ത് മുൻ ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ പേരില്ല. IB ഉദ്യോഗസ്ഥൻ രജീന്ദർ കുമാർ ഉൾപ്പെട്ടതായി സൂചന. അന്തിമ അനുമതിക്കായി കുറ്റപത്രം CBI തലവനയച്ചു. വർണ്ണപ്പൊലിമയിൽ മുങ്ങി UAE. 42ാം ദേശീയ ദിനാഘോഷത്തിന്റെ നിറവിലാണ് നാടും നഗരവും. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ ന്യൂസ് വൺ മിഡിൽ ഈസ്റ്റ് ചർച്ച. ആദ്യം UAEയിൽ നിന്നുള്ള റിപ്പോർട്ടിലേക്ക്. വേറിട്ടുനിന്ന വിവിധ എമിറേറ്റുകളെ 1971 യുണൈറ്റഡ് അറബ് എമിറേറ്റ് എന്ന ഐക്യത്തിന്റെ നൂലിൽ ഇഴചേർത്തത്. രാഷ്ട്രശില്പി ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാന്റെ ദീർഘവീക്ഷണവും പരിശ്രമവും ഇതിന് ഊർജ്ജമായി വർത്തിച്ചു. പിന്നീട് വികസനത്തിന്റെ പുതിയ പന്ഥാവിലൂടെയായിരുന്നു UAEയുടെ ജൈത്രയാത്ര. ലോകത്തിലെ ഏറ്റവും വികസിത നഗരങ്ങളിലേക്ക് ദുബൈയും അബുദാബിയും വളർന്നു. ബുർജ് ഖലീഫ പോലുള്ള ലോകാത്ഭുതങ്ങൾ UAEയുടെ മണലാരണ്യത്തിൽ സംഭവിച്ചു. അങ്ങനെ ഊശ്വരതയിൽ നിന്ന് ഉർവരതയിലേക്കുള്ള കുതിപ്പായിരുന്നു ലോകം കണ്ടത്. 2020 വേൾഡ് എക്സ്പോയുടെ ആതിഥേയത്വം വഹിക്കാനുള്ള സുവർണാവസരം ദുബൈക്ക് ലഭിച്ചതിൽ എത്തി നിൽക്കുന്നു ഈ വിജയഗാഥ. ലോകത്തിൽ തന്നെ UAEയുടെയും ദുബൈയുടെയും മുഖം കൂടുതൽ മിനുങ്ങുന്ന കുതിപ്പിലേക്കായിരിക്കും ഇതോടെ രാജ്യം കാലെടുത്തു വെക്കുക. ലോകരാഷ്ട്രീയത്തിൽ സംഭവിച്ച പല ചലനങ്ങളും ഗൾഫ് രാജ്യങ്ങളെ സ്തംഭിപ്പിക്കുമെന്ന സാഹചര്യമുണ്ടായപ്പോൾ UAEയുടെ സാമ്പത്തിക രംഗത്തുണ്ടായ ദിശനാപരമായ ഇടപെടലായിരുന്നു ഇതര ഗൾഫ് രാജ്യങ്ങൾക്കും ധൈര്യം പകർന്നത്. ഏറെ ശ്രദ്ധേയം, ഇന്ത്യയുൾപ്പെടെ 100-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് പ്രവാസികളുടെ ഉപജീവന കേന്ദ്രം കൂടിയാണ് UAE എന്നതാണ്. ഒരുപക്ഷെ UAEയുടെ വളർച്ചയ്ക്ക് ഇവരുടെ സംഭാവന ചെറുതല്ലെങ്കിലും ഇത്രയും അന്യദേശക്കാരെ ഉൾക്കൊള്ളാനുള്ള UAEയുടെ വിശാലത അനിഷേധ്യമാണെന്ന് പറയാം. ഇവർക്കൊക്കെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നുവെന്ന കാര്യമാണ് UAEയെ ഇതര രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. പൗരന്മാർക്കും അല്ലാത്തവർക്കും നീതിയും ജീവിത സുരക്ഷയും സന്തോഷവും സമാധാനവും പകരുകയെന്നത് രാഷ്ട്രശില്പി ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാന്റെ സ്വപ്നമായിരുന്നു. അത് അദ്ദേഹത്തിലൂടെയും പിൻഗാമി ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹിയാന്റെയും ഇതര എമിറേറ്റിലെ ഭരണാധികാരികളിലൂടെയും സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുന്നു. കോടിക്കണക്കിന് ഡോളറിന്റെ വികസനമാണ് 42ാമത് ദേശീയ ദിനം ആഘോഷിക്കുമ്പോൾ UAEയിൽ പ്രഖ്യാപിക്കപ്പെട്ടത്. UAEയുടെ ഭാവിയിൽ സ്വന്തം പൗരന്മാരെ പോലെ തന്നെ പ്രവാസികളും ഏറെ പ്രതീക്ഷയിലാണ്. ഇതൊരു അഭിമാനത്തിന്റെ കൂടി നിമിഷമാണ്. UAEയിലെ പൗരന്മാർക്ക് മാത്രമല്ല, ഇന്ത്യ അടക്കമുള്ള നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾക്കും. UAEയുടെ 42ാം ദേശീയ ദിനത്തിൽ മീഡിയ വണ്ണും പങ്കുചേരുന്നു. ദുബൈയിൽ നിന്നും ഹാരിസ് അരിക്കുളം, മീഡിയ വൺ. UAEയിൽ പ്രവാസി പങ്കാളിത്തത്തോടെ വിപുലമായ ആഘോഷ പരിപാടികളാണ് ഇത്തവണ നടന്നത്. ത്രിവർണ്ണ പതാകയുമേന്തി ദിവസങ്ങളായി ജനങ്ങൾ തെരുവിലാണ്. ഷാർജയിൽ നടന്ന ജലഘോഷയാത്ര ഏറെ ശ്രദ്ധേയമായി. ഷാർജ മാരിടൈം മ്യൂസിയമാണ് വേറിട്ട ആഘോഷ പരിപാടിക്ക് രൂപം നൽകിയത്. നിരവധി ബോട്ടുകളിലായി ഷാർജയിൽ നടന്ന ജലഘോഷയാത്ര UAEയുടെ സാംസ്കാരിക പെരുമ കൂടി വിളിച്ചോതി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 100 പേർ ഇതിൽ അണിനിരന്നു. ഷാർജ മാരിടൈം മ്യൂസിയത്തിന് പുറമെ വിവിധ മ്യൂസിയം വകുപ്പുകൾ, ഷാർജ പോലീസ്, കോസ്റ്റ് ഗാർഡ്, റെസ്ക്യൂ തുടങ്ങിയവയും പങ്കാളികളായി. ഷാർജ അക്വേറിയത്തിന് സമീപത്തു നിന്ന് ആരംഭിച്ച ഘോഷയാത്ര കസബ, അൽ മജാസ്, പാം ഒയാസിസ്, അൽ ജുബൈൽ, കോടതി എന്നിവ ചുറ്റിയടിച്ചു. 100 പേരാണ് ഘോഷയാത്ര കാണാൻ ഖാലിദ് തടാകക്കരയിൽ എത്തിച്ചേർന്നത്. ദേശഭക്തി ഗാനങ്ങളും പരമ്പരാഗത സംഗീതവും ഘോഷയാത്രയെ ഹരംകൊള്ളിച്ചു. UAE പതാകകൾ വഹിച്ചും വസ്ത്രമണിഞ്ഞും രംഗത്തുവന്ന സ്വദേശികളും വിദേശികളും ഈ നാടിന്റെ മുന്നേറ്റത്തിൽ തങ്ങൾ ഒരുമിച്ചാണെന്ന സന്ദേശവും നൽകി. മലയാളികൾ ഉൾപ്പെടെ പ്രവാസികളുടെ പൂർണ്ണ സാന്നിധ്യത്തിലായിരുന്നു രാജ്യത്തെ മറ്റ് ദേശീയ ദിനാഘോഷ പരിപാടികളും. കേരളീയ കലാരൂപങ്ങളുടെ അകമ്പടിയോടെ അക്കാഫ് ഉൾപ്പെടെയുള്ള കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു ദുബൈയിലെ പ്രധാന പരേഡ് അരങ്ങേറിയത്. റോഡുകളിലും തെരുവുകളിലും മാത്രമല്ല, UAEയുടെ ജലപ്പരപ്പിലും ആഘോഷം തിമിർക്കുകയാണ്. പ്രവാസികളുടെ വർദ്ധിച്ച തോതിലുള്ള പങ്കാളിത്തമാണ് UAEയുടെ 42ാം ദേശീയ ദിനാഘോഷത്തിന് ഇക്കുറി കൂടുതൽ പൊലിമ പകരുന്നത്. MC നാസർ, മീഡിയ വൺ, ഷാർജ.
മനുഷ്യന്റെ അപാരമായ ഇച്ഛാശക്തിയുടെയും കഠിനാധ്വാനത്തിന്റെയും ഉദാത്ത മാതൃകയാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന UAE. അത് തന്നെയാണ് UAEയുടെ ദേശീയ ദിനാഘോഷം ചർച്ചയാക്കുന്നതും. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ നമ്മോടൊപ്പം നോർക്ക ഡയറക്ടർമാരായ ഇസ്മായിൽ റാവുത്തർ ചേരുന്നു. കൂടാതെ ആസാദ് മൂപ്പൻ, ഗൾഫ് മാധ്യമം എഡിറ്റർ ഹംസ അബ്ബാസ് എന്നിവരെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം ഇസ്മായിൽ റാവുത്തറിലേക്ക്. ഇസ്മായിൽ റാവുത്തർ, അത്ഭുതകരമാണ് UAEയുടെ വളർച്ച. കാരണം അരനൂറ്റാണ്ട് പോലും ആകാത്ത ഒരു രാജ്യം അത് നേടിയ സാമ്പത്തികവും സാമൂഹികവുമായ വളർച്ച ലോകത്തെ അമ്പരിപ്പിക്കുന്നതാണ്. എങ്ങനെ സാധിച്ചു UAEക്ക് ഈ നേട്ടം? പ്രവാസികളായ നമ്മൾക്കെല്ലാവരും അതിയായ സന്തോഷത്തിന്റെ ദിനമാണ് ഇന്ന്. പ്രത്യേകിച്ചും UAE ലോകത്തെ 3 വലിയ സംഭവങ്ങളിൽ ഒന്നായിട്ടുള്ള 2020 ഗ്ലോബൽ എക്സ്പോ നേടിയിരിക്കുന്ന ഈ സമയം, ഇത്തരത്തിൽ ലോകത്തെ ഏറ്റവും വലിയ സംഭവം നേടിയെടുക്കുന്നതിന് UAEക്ക്, പ്രത്യേകിച്ചും ദുബായിക്ക് കഴിഞ്ഞത് ദുബായ് ഭരണാധികാരികളുടെ ഇച്ഛാശക്തിയും ജനങ്ങളോടുള്ള അടുപ്പവും സ്നേഹവുമാണ്. കൂടാതെ ഇവിടുത്തെ പൌരന്മാര് രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഭരണാധികാരികളുടെ ഇച്ഛയ്ക്കും ആഗ്രഹത്തിനും അനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്ന് ലോകത്തിലെ ഏറ്റവും വൈവിധ്യങ്ങളുടെ ഒരു കലവറയാണ് UAE. അതുപോലെ തന്നെ അവസരങ്ങളുടെ ഒരു അക്ഷയ ഖനിയാണ് ഇന്ന് UAE. ഇങ്ങനെ ആകുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇവരുടെ ഇച്ഛാശക്തി, ഭരണാധികാരികളുടെ കർമ്മശേഷി, ദീർഘവീക്ഷണം. ഇത് പ്രവാസികളും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവാസികളോടുള്ള സമീപനത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് യുണൈറ്റഡ് നേഷൻസിൽ എത്രത്തോളം അംഗരാജ്യങ്ങളുണ്ടോ അത്രത്തോളം അംഗരാജ്യങ്ങളിൽ നിന്നുമുള്ള പൌരന്മാർ ഒന്നായി ജീവിക്കുന്ന ഒരു പ്രദേശം ഇന്ന് ലോകത്തുണ്ടെങ്കിൽ അത് ഈ UAE മാത്രമാണ്. നമ്മൾ ഇന്ത്യയെക്കുറിച്ച് പറയാറുണ്ട് നാനത്വത്തിൽ ഏകത്വം എന്നുള്ളത്. ഇന്ന് ലോകത്ത് നാനത്വത്തിൽ ഏകത്വം എന്നുള്ളത് അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ പറയാൻ കഴിയുന്നത് UAEക്ക് മാത്രമാണ്. അപ്പോ ആ UAEയുടെ വളർച്ചയ്ക്ക് നിദാനമായിട്ട് പ്രവർത്തിക്കുവാൻ വേണ്ടി ഇന്ന് നമ്മൾക്ക് കഴിഞ്ഞിട്ടുണ്ട്, പ്രവാസികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ഇവിടുത്തെ ഭരണാധികാരികളുടെ സ്നേഹപൂർണമായിട്ടുള്ള നമ്മളോടുള്ള സമീപനമാണ്. ഈ സമീപനം ഏറ്റവും കൂടുതൽ മലയാളികൾക്കാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതിന്റെ തെളിവാണ് ഈ പ്രവാസികളിൽ ഏറ്റവും കൂടുതൽ, ഏകദേശം 1.5 മില്യണോളം പ്രവാസികൾ ആയിട്ടുള്ളത് മലയാളികളാണെന്നുള്ളത്. അതിൽ നമുക്കെല്ലാം അഭിമാനവും സന്തോഷവുമുണ്ട്. അതിൽ ഇവിടുത്തെ ഭരണാധികാരികളോടും അതുപോലെ തന്നെ ഇവിടുത്തെ പൌരന്മാരോടും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇസ്മായിൽ റാവുത്തർ, തിരികെ താങ്കളിലേക്ക്. ഗൾഫ് മാധ്യമം എഡിറ്റർ ഹംസ അബ്ബാസ് ടെലിഫോൺ ലൈനിലുണ്ട്. ഹംസ അബ്ബാസ്, 2005 നടന്ന ജനസംഖ്യാ കണക്കെടുപ്പ് പ്രകാരം UAEയിലെ ജനസംഖ്യ കേവലം 40 ലക്ഷമായിരുന്നു. 2010 അത് 80 ലക്ഷമായി ഉയർന്നു. എന്താണ് കഴിഞ്ഞ ദശകത്തിൽ UAEയിൽ ഇത്തരത്തിലൊരു ജനസംഖ്യാ വർധനവ് ഉണ്ടാവാനുള്ള കാരണം? കുടിയേറ്റം വ്യാപകമായതാണോ? തീർച്ചയായും കുടിയേറ്റം വ്യാപകമായത് തന്നെയാണ് അതിന് കാരണം മറ്റ് രാഷ്ട്രങ്ങളിൽ ഉണ്ടാകുന്ന വികസന പ്രവർത്തനങ്ങളെക്കാൾ ഉപരിയായി UAEയിൽ വികസന പ്രവർത്തനങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ ധാരാളക്കണക്കിന് നടന്നിരുന്നു. അതേപോലെ തന്നെ ദുബൈയുടെ ഒരു കോസ്മോപൊളിറ്റൻ സിറ്റി എന്ന അവസ്ഥയും കൂടുതൽ ആളുകളെ ആകർഷിക്കുവാൻ സഹായകമായിട്ടുണ്ട്. തൊഴിലവസരങ്ങൾ ലഭിക്കുക എന്നത് കൂടാതെ തൊഴിൽ മേഖലയിൽ അല്പം സ്വാതന്ത്ര്യവും മറ്റ് ഗൾഫ് നാടുകളെ അപേക്ഷിച്ച് കുറേയേറെ ഒരു സ്വത്വബോധവും ഒക്കെ സൂക്ഷിക്കാൻ പറ്റുന്ന പ്രദേശമാണ് UAE എന്നതും അതിനൊരു കാരണമാണ്. UAEയിൽ വിവിധ രാഷ്ട്രങ്ങൾക്ക് സ്വീകാര്യതയും സ്വാഗതവും നൽകപ്പെടുന്നു എന്നതും മറ്റൊരു വസ്തുതയാണ്. മാത്രമല്ല, നിർമ്മാണ മേഖലയും അതേപോലെ തന്നെ വ്യാപാര വാണിജ്യ മേഖലയും വ്യാവസായിക മേഖലയും എല്ലാം തന്നെ ഇക്കഴിഞ്ഞ കാലയളവിൽ വമ്പിച്ച തോതിൽ പുരോഗതി പ്രാപിച്ചിട്ടുണ്ട് UAE. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇത്രയേറെ ജനസംഖ്യാ വർധനവിന് കാരണമായിട്ടുള്ളത്. മാത്രമല്ല, മാൻ പവറിന് UAEയുടെ ഭരണാധികാരികൾ വമ്പിച്ച പ്രാധാന്യവും മഹത്വവും കൽപ്പിക്കുന്നു എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഹംസ അബ്ബാസ്, ഒരു കാര്യം കൂടി, പാശ്ചാത്യരായ കുടിയേറ്റക്കാരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡെസ്റ്റിനേഷനായി UAE മാറിയിരിക്കുന്നു GCC രാജ്യങ്ങളിൽ. എന്തുകൊണ്ടാണ് UAEയിൽ മാത്രം പാശ്ചാത്യർ കൂടുതലായി കുടിയേറാനുള്ള കാരണം? യഥാർത്ഥത്തിൽ പാശ്ചാത്യർ ഇതിനേക്കാൾ കൂടുതൽ മുമ്പുണ്ടായിരുന്നു.
ആ റിസഷന് മുമ്പ്, സാമ്പത്തിക മാന്ദ്യത്തിന് മുമ്പ് ധാരാളക്കണക്കിന് പാശ്ചാത്യർ വിവിധ മേഖലകളിൽ ഉന്നത തസ്തികകളിൽ ഉണ്ടായിരുന്നു. റിസഷൻ യഥാർത്ഥത്തിൽ UAE ഒരു ശുദ്ധീകരണത്തിന് തന്നെ ഉപയോഗപ്പെടുത്തിയത് ഏറ്റവും വലിയ ഒരു ചരിത്ര സംഭവമാണ്. പാശ്ചാത്യരായ ആളുകൾ നമ്മുടെ ഇന്ത്യക്കാരും അതേപോലെ തന്നെ മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലുള്ള ജീവനക്കാർ വാങ്ങുന്നതിന്റെ 10 ഇരട്ടി ശമ്പളം വാങ്ങി അവിടെ സുഖകരമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സന്ദർഭത്തിലാണ് ഈ റിസഷൻ വന്നത്. അതിനെ UAE ഭരണാധികാരികൾ വളരെ സമർത്ഥമായി തന്നെ പ്രയോജനപ്പെടുത്തി അത്തരം മേഖലകളിൽ നിന്നൊക്കെ വളരെ ടോപ്പ് പൊസിഷനിലുള്ള ആളുകളൊക്കെ തന്നെ പറഞ്ഞയച്ചു. ആ സ്ഥാനമൊക്കെ പല മേഖലകളിൽ നമ്മുടെ ഏഷ്യക്കാർക്ക് കയറി വരാൻ കഴിഞ്ഞു. ഇത് അവരുടെ ഈ സാമ്പത്തിക മാന്ദ്യം, ആഗോള തരത്തിലുള്ള സാമ്പത്തിക മാന്ദ്യം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവർ ചെയ്തിട്ടുണ്ട്. അത് മുമ്പുള്ള അവസ്ഥ യഥാർത്ഥത്തിൽ ഇപ്പോഴില്ല എന്നാണ്. പാശ്ചാത്യ ഇതില് ടൂറിസ്റ്റുകളുണ്ട്, ശരിയാണ്, ടൂറിസ്റ്റുകൾ ധാരാളക്കണക്കിന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഗൾഫ് നാടുകളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വലിയ ഒരു ഡെസ്റ്റിനേഷൻ UAE തന്നെയാണ്. അത് വിശേഷിച്ചും ദുബായ്. അതുകൊണ്ടാണ് പാശ്ചാത്യരുടെ വരവ് കൂടിയിട്ടുള്ളത്. പക്ഷേ വിവിധ മേഖലകളിൽ ഇപ്പോൾ പാശ്ചാത്യരുള്ളതിനേക്കാൾ കൂടുതലായി ഏഷ്യൻ വംശജരാണ് ഉള്ളത്. റൈറ്റ്, തിരികെ താങ്കളിലേക്ക്. ഇപ്പോൾ ഡോക്ടർ ആസാദ് മൂപ്പൻ ചേരുന്നു. ഡോക്ടർ ആസാദ് മൂപ്പൻ, UAE അത്ഭുതകരമായ ഒരു രാജ്യമാണ്. അവിടെയുള്ള ജനസംഖ്യയിൽ തദ്ദേശീയരെക്കാൾ കൂടുതൽ ഒരു പക്ഷേ സൗത്ത് ഏഷ്യയിൽ നിന്നുള്ള ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരാണുള്ളത്. അതിൽ തന്നെ ഏകദേശം 23% വരും ഇന്ത്യക്കാരുടെ ജനസംഖ്യ UAE-യിൽ. ഇത്തരത്തിൽ ഇന്ത്യയും UAE-യും തമ്മിൽ ചരിത്രപരമായ ഒരു ബന്ധമുണ്ട്. ഒരു കാലഘട്ടത്തിൽ UAE-യിൽ ഉപയോഗിച്ചിരുന്നത് ഇന്ത്യൻ രൂപ പോലുമായിരുന്നു. വളരെ ശക്തമായ ഒരു കുതിച്ചുചാട്ടം നടത്തി ഇക്കാര്യത്തിൽ UAE. ഇന്ത്യയും UAE-യും തമ്മിൽ നിരവധി കരാറുകളും നിലനിൽക്കുന്നു. ഇത്തരത്തിൽ എത്രമാത്രം ശക്തമാണ് ഇന്ത്യയും UAE-യും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം? ഇന്ത്യ എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയൊരു ട്രേഡിംഗ് പാർട്ട്ണർ, നമ്പർ 1 ആണോ 2 ആണോ എന്ന് അറിയില്ല, 2-1 ഈ UAE ആണ് ഇന്ത്യയുടെ ട്രേഡിംഗ് പാർട്ട്ണർ. അത് പിന്നെ ഈ പല കാരണങ്ങളുണ്ട്. ഈ പറഞ്ഞ പ്രധാനമായിട്ടുള്ള ഒരു കാരണം ഈ ഇവിടെയുള്ള ഇന്ത്യക്കാരുടെ ആ ഒരു നമ്പേഴ്സ് ആണ്. ആസ് യു റൈറ്റ്ലി മെൻഷൻ, വലിയൊരു നമ്പർ ഇവിടെ പൊതുവെ വിദേശികൾ അധികമാണ്. ഒരു 85% UAE-യിലെ വിദേശികളാണെന്നാ പറഞ്ഞത്. അതിൽ തന്നെ മെജോറിറ്റി ഇന്ത്യക്കാരാണുള്ളത്. അപ്പൊ വളരെ ശക്തമായിട്ടുള്ള ഒരു ബന്ധം, അത് വളരെ ഒരു നൂറ്റാണ്ടുകളായിട്ടുള്ള ഒരു ബന്ധം UAE-യും ഇന്ത്യയും തമ്മിലുണ്ടല്ലോ. അപ്പൊ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ വാട്ട് വി ഫൈൻഡ് ഇസ് ദാറ്റ് ഒരു ഇവിടെയുള്ള ഇന്ത്യക്കാരിൽ വലിയൊരു ഭാഗം മലയാളികളാണ്. ഇന്ത്യ എന്നുള്ള ഒരു ഇത് എടുക്കുക, അതിന്റെ തന്നെ പകുതി ഭാഗത്തോളം മലയാളികളാണ്. അപ്പൊ നമുക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഇന്ത്യക്ക് അല്ലെങ്കിൽ കേരളത്തിന് UAE-യുമായിട്ടുണ്ട്. അത് അതേപോലെ തന്നെ അവരും റെസിപ്രോക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ ഈ സാമ്പത്തികമായിട്ടുള്ള ആ ഒരു ബന്ധം, ഇവിടുത്തെ ഒരു നമ്പർ ഓഫ് ഇന്ത്യൻസ് കൊണ്ടാണ് ഒരു പരിധി വരെ അതും ഒരു റീസൺ ആണ്. അതുകൂടാതെ UAE-യില് ഒരുപാട് പേര് ഇന്ത്യക്കാർ വന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇവിടെ നിന്നുള്ള ആ ഒരു ബിസിനസ് കണക്ഷൻ വളരെ കാലമായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോ ഇപ്പോ വരുന്ന ഈ ഒരു എക്സ്പോ 2020 ഒക്കെ അതിന് ഭയങ്കര ഒരു കുതിച്ചുചാട്ടം തന്നെ ഉണ്ടാക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒക്കെ പ്രതീക്ഷ. ഡോക്ടർ ആസാദ് മൂപ്പൻ, നിരവധി UAE കമ്പനികൾ ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്നുണ്ട്. ഉദാഹരണത്തിന് ഇമാർ പോലെ, റാഗ് പോലെ, അല്ലെങ്കിൽ DP പോർട്ട് വേൾഡ് പോലെ. അപ്പോൾ ഇത്തരത്തിൽ ധാരാളം UAE കമ്പനികൾ ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്നു. ഇന്ത്യയിലുള്ള നിരവധി ബാങ്കുകളും മറ്റ് സ്ഥാപനങ്ങളും UAE-യിലും നിക്ഷേപം നടത്തുന്നു. ഈ അർത്ഥത്തിൽ സാമ്പത്തിക ബന്ധം ശക്തമാണ്. പക്ഷേ 2008-ലെ സാമ്പത്തിക മാന്ദ്യത്തെ തുടർന്ന് പലരും പ്രവചിച്ചിരുന്നു, മറ്റ് GCC രാജ്യങ്ങൾ പോലെയല്ല, എണ്ണ ഉൽപ്പാദനം കുറഞ്ഞ UAE-യിൽ ആ സാമ്പത്തിക വ്യവസ്ഥ പാശ്ചാത്യ രാജ്യങ്ങളുടെ സാമ്പത്തിക വ്യവസ്ഥയോട് സമാനമാണ്, അത് തകരാൻ പോവുകയാണ് എന്നീ പ്രവചനങ്ങളുണ്ടായിരുന്നു. പക്ഷെ നമുക്കറിയാം, അതിനുശേഷമാണ് 2008-ന് ശേഷം വളരെ ശക്തമായി കുതിച്ചു ചാടുകയാണ് UAE ചെയ്തത്. എന്തുകൊണ്ടാണ് UAE-ക്ക് ഇത് സാധിച്ചത്? UAE ഒരു രാജ്യം എന്നുള്ള നിലയിൽ എടുക്കുകയാണെങ്കിൽ വളരെയധികം ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ ദുബായ് എന്ന് പറഞ്ഞ ഒരു എമിറേറ്റ് എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞത് ശരിയാണ്, ഓയിൽ വളരെ കുറവാണ്. അപ്പോ ദുബായും UAE-യും നമുക്ക് ഒരേപോലെ വായിക്കാൻ പറ്റില്ല. അബുദാബി വളരെ കൂടുതൽ ഓയിൽ ലോകത്തിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യണം, OPEC കൺട്രീസിൽ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യണ ഒരു രാജ്യമാണ്. അപ്പോൾ ദുബായിനെ കുറിച്ച് എടുക്കുകയാണെങ്കിൽ ദുബായ് ഫ്രം ദി വെരി ബിഗിനിങ് അങ്ങനെ ഒരു ഓയിൽ അധികമില്ല, ബിസിനസ്സിലെ കൂടിയായിരുന്നു ദുബായ് വളർന്നത്. അപ്പൊ ഞങ്ങളൊക്കെ പലപ്പോഴും പറയാറുണ്ട്, ഈ ദുബായിൽ ഇവിടെ വെള്ളമില്ല, കുടിക്കാനുള്ള വെള്ളം അത് ശുദ്ധീകരിച്ച് കടലിൽ നിന്ന് എടുക്കണം, ഇവിടെ മണ്ണില്ല, എന്തെങ്കിലും കൃഷി ചെയ്യണമെങ്കിൽ മണ്ണ് ഇമ്പോർട്ട് ചെയ്തിട്ട് അതിന്മേൽ വേണം ചെടികളോ അല്ലാന്നുണ്ടെങ്കിൽ വൃക്ഷങ്ങളോ വെച്ച് പിടിപ്പിക്കാൻ, അല്ലെങ്കിൽ
ഇവിടെ പിന്നെ ഇതൊക്കെ പോട്ടെ, ആൾക്കാരില്ല. ഈ പറഞ്ഞ 85% ആൾക്കാരെ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് വേണം ഇത് എന്തെങ്കിലും ചെയ്യിക്കാന്. ഇതൊക്കെ വെച്ചുകൊണ്ട് ദുബായിക്ക് ഒരു അത്ഭുതം സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഇവിടുത്തെ ഒരു വിഷണറി ലീഡർഷിപ്പിന്റെ ഒരു ഭാഗമാണ്. ആ വിഷണറി ലീഡർഷിപ്പ്, അതായത് എങ്ങനെ കാര്യങ്ങൾ ചെയ്യണം, പ്ലാൻ ചെയ്യണം, എങ്ങനെ അത് നടപ്പിലാക്കണം എന്ന് കഴിവുള്ള ഒരു നേതൃത്വം, വിഷണറി റൂളേഴ്സ്, അതുള്ളത് കൊണ്ട് മാത്രമാണ് ഇത് കഴിഞ്ഞ 10-40 വർഷമായിട്ട് നടന്നിരിക്കുന്നത്. അപ്പൊ ദുബായ് ഇറസ്പെക്റ്റീവ് ഓഫ് വാട്ട് എവർ ഹാപ്പൻസ് അറൌണ്ട്, ഇപ്പൊ പലതും നടന്നു ലോകത്തിൽ തന്നെ. ഈ ആസ് യു സെഡ് റിസഷൻ നടന്നു, ദുബായിനെയും കുറച്ചൊക്കെ ബാധിച്ചു. നമ്മളൊക്കെ വിചാരിച്ചെന്തോ പറ്റിപ്പോകുന്നുള്ളത്. അതേപോലെ തന്നെ ഇപ്പൊ ഈ ചുറ്റുഭാഗത്ത് അറബ് സ്പ്രിംഗ് വന്നു, പലതും വന്നെങ്കിലും ഇതിൽ നിന്നൊക്കെ ഒരു സടകുടഞ്ഞെഴുന്നേറ്റ് കൂടുതൽ മുന്നോട്ട് ശക്തിയായിട്ട് പോകാനുള്ള ഒരു കഴിവ് ബിക്കോസ് ഓഫ് ദി ലീഡർഷിപ്പ്, ഈ ഒരു വിഷണറി ലീഡർഷിപ്പ് ദുബായിക്ക് പറ്റിയിട്ടുണ്ട്. റൈറ്റ്. ഡോക്ടർ ആസാദ് മുപ്പൻ, തിരികെ എത്താം. താങ്കൾ ദയവായി തുടരുക. ഇസ്മായിൽ റാവുത്തർ, ഇന്ത്യയും UAEയും തമ്മിലുള്ള കൾച്ചറൽ റിലേഷൻഷിപ്പ്, സാംസ്കാരിക ബന്ധവും ശക്തമാണ്. ഇന്ത്യയിൽ നിന്ന് ധാരാളം സാഹിത്യകാരന്മാർ, എഴുത്തുകാർ, ഗായകർ, നർത്തകർ തുടങ്ങിയവർ UAE സന്ദർശിക്കുന്നു. തിരികെയും അത്തരത്തിലുള്ള സന്ദർശനങ്ങളും പരിപാടികളും ഉണ്ടാകാറുണ്ട്. എത്രമാത്രം ശക്തമായി തോന്നിയിട്ടുണ്ട് ഈ ബന്ധം? രാജ്യങ്ങളുടെ വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സാംസ്കാരിക വിനിമയ പരിപാടികൾ. ഇത് UAE വളരെ ഫലപ്രദമായി ഉപയോഗിക്കുന്നു എന്നുള്ളതിന്റെ ലക്ഷണങ്ങളാണ് അടുത്ത കാലത്ത് നടന്നിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള മേളകളിൽ നൂറുകണക്കിന് രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ രാജ്യം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു രാജ്യമാണ്. വെറും 86,000 സ്ക്വയർ കിലോമീറ്റർ വിസ്തീർണവും ഏകദേശം $300 ബില്യൺ GDPയും 10 മില്യണോളം ജനസംഖ്യ നമ്മുടെ എക്സ്പാട്രിയേറ്റ് ഉൾപ്പെടെ ഉള്ളതും ആയിട്ടുള്ള ഒരു ചെറിയ രാജ്യം ഇന്ന് ലോകത്ത് നടക്കുന്ന ഏത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിന്റെ ഭരണാധികാരികൾ ശ്രീ ആസാദ് മൂപ്പൻ പറഞ്ഞതുപോലെ വളരെ വിഷണറി ആയിക്കൊണ്ട് ഇതിനെ ഫലപ്രദമായി ഉപയോഗിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്ന് വികസനത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് UAE നേടിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ദുബായ് പോലുള്ള ഒരു എമിറേറ്റ്സിൽ ഇത്ര സീംലെസ് ആയിട്ട് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ വളർത്തിക്കൊണ്ടുവരിക, അത് എയർ ആയാലും ശരി, സീ ആയാലും ശരി, ലാൻഡ് ആയാലും ശരി, സീംലെസ് ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം അവർ വളർത്തിക്കൊണ്ടുവന്നത് വഴി ഇന്ന് ലോകത്തിന്റെ 1/3 ജനങ്ങൾക്ക് വെറും 4 മണിക്കൂർ കൊണ്ട് ദുബായിൽ എത്താൻ കഴിയുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതുപോലെ തന്നെ 2/3 ജനങ്ങൾക്ക്, ലോകത്തിന്റെ 2/3 ജനങ്ങൾക്ക് 8 മണിക്കൂർ ഫ്ലൈറ്റ് കൊണ്ട് നമുക്ക് എത്താൻ കഴിയുന്ന ഒരു പ്രദേശമായിട്ട് മാറിയിരിക്കുകയാണ് ദുബായ്. അത്തരത്തിലുള്ള ഒരു പ്രദേശം സാംസ്കാരിക വിനിമയ പരിപാടികൾക്ക് ഊന്നൽ കൊടുക്കുക എന്നുള്ളത് വളരെ വികസനത്തിന് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ ഏറ്റവും കൂടുതൽ സാംസ്കാരിക വിനിമയ പരിപാടികൾ ഈ രാജ്യത്തുള്ള കൂടുതൽ പ്രവാസികളായിട്ടുള്ളത് ഇന്ത്യയിൽ നിന്നും പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നുമുള്ളവരാണ്. അപ്പോ കേരളത്തിൽ നിന്നും കൂടുതൽ സാംസ്കാരിക നായകന്മാര് ഇവിടെ വരിക അത് സ്വാഭാവികമാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമാണ്. ഇപ്പൊ നമ്മളെല്ലാവരും കണ്ടതാണ് ഷാർജ ബുക്ക് ഫെയറിന് ഈ വർഷം കിട്ടിയിട്ടുള്ള പ്രസക്തിയും അതിലെ പങ്കാളിത്തവും. വളരെയധികം നമ്മുടെ കലാകാരന്മാരും എഴുത്തുകാരും ഇതിൽ പങ്കെടുക്കുകയുണ്ടായി. അത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുണ്ടാക്കുന്നതാണ്. ഇങ്ങനെ ഒരു വിദേശ രാജ്യത്ത് നമ്മുടേതായിട്ടുള്ള തനിമയും അതുപോലെ തന്നെ കവിതയും അതുപോലെ തന്നെ നോവലുകളും ചർച്ച ചെയ്യപ്പെടുന്ന രീതിക്കുള്ള ഒരു സംഭവമാണ് നമ്മൾ കണ്ടത്. ആ രീതിക്കുള്ള മുന്നേറ്റങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതോടൊപ്പം ഇരു രാജ്യങ്ങളെയും കൂടുതൽ വികസനത്തിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പോ 2020 വേൾഡ് എക്സ്പോയുടെ ലോഗോ തന്നെ, പഞ്ചുവേഡ് തന്നെ നമ്മൾ കണ്ടതാണ് കണക്ടിംഗ് ദ മൈൻഡ് എന്നുള്ളതാണ്. ഇനി ലോകത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആവശ്യമായിട്ടുള്ളത് മൈൻഡുകൾ തമ്മിൽ കണക്ട് ചെയ്യുകയാണ് എന്നുള്ളത് ദുബായ് ഭരണാധികാരികൾക്ക് മനസ്സിലായിരിക്കുന്നു, UAE ഭരണാധികാരികൾക്ക് മനസ്സിലായിരിക്കുന്നു. അതിന്റെ ഏറ്റവും വലിയ തെളിവുകളാണ് ഇത്തരത്തിലുള്ള സാംസ്കാരിക വിനിമയ പരിപാടികളിലൂടെ നമ്മൾ കാണുന്നത്. റൈറ്റ്. തിരികെ എത്താം ഇസ്മായിൽ റാവുത്തർ. ഹംസ അബ്ബാസ്, മറ്റ് GCC രാജ്യങ്ങളെ അപേക്ഷിച്ച് ദുബായ് അല്ലെങ്കിൽ UAE മൊത്തത്തിൽ കുറച്ചുകൂടി ലിബറലായ നിയമങ്ങൾ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രവാസികൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം പലപ്പോഴും
മറ്റൊരു ജീവിതശൈലിയിലേക്ക് പ്രവാസികളായ പ്രത്യേകിച്ച് മലയാളികളെ എത്തിക്കുന്നുണ്ട്. അത് പലരെയും പ്രവാസ ലോകത്ത് തന്നെ കടക്കണിയിലാക്കാറുണ്ട്. ഇക്കാര്യം ശരിയല്ലേ? വളരെ ശരിയാണത്. ആ സ്വാതന്ത്ര്യം അതിന്റെ വില മനസ്സിലാക്കാത്ത ആളുകളാണ് അതിനെ ദുരുപയോഗപ്പെടുത്തുന്നത്. ആ ദുരുപയോഗപ്പെടുത്തുന്നതിലൂടെ തന്നെ അവരുടെ ജീവിതവും യഥാർത്ഥത്തിൽ വലിയ ട്രാപ്പുകളിൽ പെട്ടുപോകുന്നുണ്ട്. പല ആളുകളും അതിൽ സംഭവിച്ചു പോയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ സൗദി അറേബ്യ പോലുള്ള പ്രദേശങ്ങളിലൊക്കെ വളരെ റിജിഡായിട്ടുള്ള നിയമവ്യവസ്ഥകൾ ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് അഴിഞ്ഞാടാൻ സാധിക്കാറില്ല. നേരെ മറിച്ച് ദുബൈ വളരെ ലിബറൽ ആയതുകൊണ്ട് പല ആളുകളും അവരുടെ ജീവിതത്തിലൊരു ഉത്തരവാദിത്വ ബോധമോ അതേപോലെ തന്നെ ലക്ഷ്യബോധമോ ഇല്ലാത്ത ആളുകൾ പലരും പല ട്രാപ്പുകളിലും കുടുങ്ങിപ്പോകാറുണ്ട്. ഇതൊരു വലിയൊരു യാഥാർത്ഥ്യമാണ്. ഈ വസ്തുത മനസ്സിലാക്കി യഥാർത്ഥത്തിൽ ആ സ്വാതന്ത്ര്യം യഥാവിധി വിനിയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കേരളീയർക്ക് വിശേഷിച്ചും നല്ല ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്രദേശമാണ്, ഒരു ഭൂമികയാണ് യഥാർത്ഥത്തിൽ UAE. അതിൽ യാതൊരു സംശയവുമില്ല. ഹംസ അബ്ബാസ്, ഒരു കാര്യം കൂടി. അടുത്തിടെയുണ്ടായ അറബ് വസന്താനന്തരം മുസ്ലിം ബ്രദർഹുഡുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ചില സംഘടനകൾക്കെതിരെ UAE ഭരണകൂടം നടപടിയെടുത്തിട്ടുണ്ട്. ഇത് എത്രമാത്രം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായുള്ള ഫണ്ടിനെ ബാധിച്ചിട്ടുണ്ട്? യഥാർത്ഥത്തില് മുസ്ലിം ബ്രദർഹുഡുമായി ബന്ധമുള്ള സംഘടനകൾ എന്ന ഒരു കൺസെപ്റ്റ് തന്നെ UAE-യിലില്ല. അങ്ങനത്തെ സംഘടനകളൊന്നും ഇല്ല അവിടെ. സംഘടനാ പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ അവിടെ ആ വിധത്തിൽ അനുവദനീയവുമല്ല. പിന്നെ വേറെ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് യഥാർത്ഥത്തിൽ പല കാര്യങ്ങളുണ്ടാവും. രാജ്യത്തിന്റെ സുരക്ഷയും അതേപോലെ തന്നെ അവരുടെ രാഷ്ട്രാന്തരീയ ബന്ധങ്ങളിലുള്ള ചില വിള്ളലുകളും പൊള്ളലുകളും ഒക്കെ വെച്ചുകൊണ്ട് ഒരു സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ അതൊരിക്കലും തന്നെ അറബ് വസന്തവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പറയാവതല്ല. കാരണം അതിനു മുമ്പും ഇതേപോലുള്ള അറസ്റ്റുകൾ നടത്തുന്നുണ്ട്. ഈ അറബ് വസന്തത്തിന് മുമ്പ് തന്നെ, ദശകങ്ങൾക്ക് മുമ്പ് പലതും നടന്ന സംഭവങ്ങൾ എനിക്കറിയാം. അപ്പൊ അങ്ങനെ സ്വാഭാവികമായും സംഭവിക്കും. ഒരു രാഷ്ട്രത്തിന്റെ ഭദ്രതയും അതിന്റെ ആഭ്യന്തരമായ സുരക്ഷയും മുൻനിർത്തിക്കൊണ്ട് എല്ലാ GCC രാഷ്ട്രങ്ങളും ചെയ്യുന്നത് പോലുള്ള ചില നടപടിക്രമങ്ങളാണ് ഇവിടെയും ഉണ്ടായിട്ടുള്ളത്. അത് ഒരിക്കലും തന്നെ അതിന്റെ ആഭ്യന്തര ഘടനയെ ബാധിക്കാറില്ല. വളരെ സൂക്ഷ്മമായി പറയുകയാണെങ്കിൽ അത്തരം ചില സംഭവങ്ങളൊക്കെ തന്നെ ലോക രാഷ്ട്രങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്താൻ ചിലർ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും അത്രയേറെ ക്ലിക്ക് ചെയ്തിട്ടില്ല. അങ്ങനെയൊക്കെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും UAE-യുടെ ആഭ്യന്തര ഘടനയെ ഒരിക്കലും തന്നെ ബാധിച്ചിട്ടില്ല എന്നതാണ് യഥാർത്ഥത്തിൽ പറയാവുന്നത്. ഹംസ ബസ്തിരിയതം താങ്കളിലേക്ക്. ഡോക്ടർ ആസാദ് മൂപ്പൻ, ദുബായ് എക്സ്പോ, വേൾഡ് എക്സ്പോ ദുബായിൽ വരാൻ പോവുകയാണ് 2020. ഇത് UAE-യിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികളുടെ സാധ്യത വർദ്ധിപ്പിക്കും എന്ന പ്രതീക്ഷയുണ്ട്. ഇത് എത്രമാത്രം ശരിയാണ്? തീർച്ചയായിട്ടും ഇതില് യാതൊരു സംശയമില്ല. ഇപ്പൊ അടുത്തൊരു 7 വർഷം വരുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ദുബായ് ഇത് ഞാൻ മുൻപ് പറഞ്ഞ പോലെ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് ഏറ്റവും ഭംഗിയായിട്ട് അത് നടത്താനുള്ള ഒരു കഴിവുണ്ട്. അത് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും അതേപോലെ തന്നെ വിദേശത്തു നിന്ന് വന്ന ആൾക്കാരും ഒക്കെ കൂടിയുള്ള ഒരു കൂട്ടായ്മ ഏറ്റവും നല്ല രീതിയിൽ അത് നടത്താൻ പറ്റും. അപ്പോൾ ഇതിൽ സംഭവിക്കാൻ പോകുന്നത് ഇപ്പൊ ഈ ഒരു റണ്ണപ്പ് ടു 2020 ഈ 7 വർഷം തൊഴിൽ സാധ്യതകളൊക്കെ വളരെയധികം വർദ്ധിച്ച് ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ ബാക്കി ഈ വരുന്ന ഒരു ജസ്റ്റ് എക്സ്പോ 500 ഹെക്ടർ സ്ഥലത്ത് വരുന്നത് മാത്രമല്ല, ഒട്ടാകെ UAE-യിൽ തന്നെ പ്രത്യേകിച്ച് ദുബായിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റും മറ്റു കാര്യങ്ങളുമായിട്ട് ഒരുപാട് സാധ്യതകളുണ്ട്. അത് കൂടാതെ ഇത് നടക്കുന്ന ഒരു 6 മാസം ആണ് നമ്മളിപ്പോ ഈ എക്സ്പോ എന്ന് പറയുന്നത്. പക്ഷേ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഈസ് ദാറ്റ് എനിക്ക് എന്റെ ഒരു അഭിപ്രായം ഇതിന്റെ ഒരു എഫക്റ്റ് അത് കഴിഞ്ഞ് പിന്നെയും വളരെ കാലം നടക്കും. സാധാരണ പല സ്ഥലങ്ങളിലും ഇതേപോലെയുള്ള കാര്യങ്ങൾ, അതിപ്പോ ഗെയിംസ് ആയാലും ഇതേമാതിരി ഇപ്പോ കോമൺവെൽത്ത് ഗെയിംസ് ഇപ്പോ ഡൽഹിയിൽ വന്നു, ഇല്ലെങ്കിൽ ഏഷ്യൻ ഗെയിംസ് വന്നു. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അതോട് കൂടിയിട്ട് അതൊരു ഒരു ഗോസ്റ്റ് സിറ്റി പോലെ ആയിട്ട് പിന്നെ അത് ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരു സിറ്റുവേഷനാണ് സാധാരണ ഉണ്ടാകാറ്. ദുബായ് എനിക്ക് ഉറപ്പാണ് ഈ ഉണ്ടാക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ എത്രയോ കാലം പിന്നീടും യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ആൾക്കാർ അവിടെ വരുത്തി അവർക്ക് അത് ഹോട്ടൽസും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി ഇതൊരു ലൈഫ് ലോങ് ആയിട്ടില്ലെങ്കിൽ ഈ കൺട്രിയിൽ വളരെ കാലം ആൾക്കാർ വരുന്ന രീതിയിലുള്ള ഒരു ടൂറിസ്റ്റ് സെന്റർ ആക്കാൻ പറ്റും. അപ്പോ തൊഴിൽ സാധ്യതകൾ ഇപ്പൊ പല കണക്കുമൊക്കെ പറയുന്നുണ്ട്. 2 ലക്ഷം ആൾക്കാർക്ക് 3 ലക്ഷം ആൾക്കാർക്ക് കൂടുതൽ തൊഴിൽ സാധ്യത ഉണ്ടാവും. അതേപോലെ തന്നെ എക്കോണമിയിൽ 5% GDP ഗ്രോത്ത് ഉണ്ടാവും എന്നൊക്കെ പലതും പറയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാവുന്നത് ദർ വിൽ ബി എ ഹ്യൂജ് ഇൻക്രീസ് ഇൻ പോസിബിലിറ്റി ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഡോക്ടർ ആസാദ് മൂപ്പൻ, ഇസ്മായിൽ റാവുത്തർ, ഇവിടെ
സൗദി അറേബ്യയുമായി ഉണ്ടാക്കിയതുപോലെ ഒരു തൊഴിൽ കരാർ ഇപ്പോൾ നിലവിലില്ല. 65% പ്രവാസികൾ, ഇന്ത്യക്കാരായുള്ള പ്രവാസികൾ ബ്ലൂ കോളർ ജീവനക്കാരാണ് ദുബൈയിൽ, അല്ല UAE-യിൽ. ഈ സാഹചര്യത്തിൽ സൗദി മാതൃകയിലുള്ള ഒരു തൊഴിൽ കരാറിന് സാധ്യതയും പ്രസക്തിയുമില്ലേ? വളരെ ചുരുക്കി. UAE സംബന്ധിച്ചിടത്തോളം പ്രവാസികളായിട്ടുള്ള തൊഴിലാളികൾക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള സുരക്ഷിതത്വവും സംരക്ഷണവും ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബന്ധപ്പെട്ട കരാറുകൾ കൂടുതൽ വരുന്നതിലല്ല കാര്യം. ഇത് എത്രത്തോളം എഫിഷ്യന്റ് ആയിട്ട് നിലവിലുള്ളതിനെ നടപ്പിലാക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടിരിക്കും. നമുക്കറിയാം UAE തൊഴിൽ രംഗത്തായാലും അതുപോലെ തന്നെ ബിസിനസ് രംഗത്തായാലും എഫിഷ്യൻസി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നടപടിക്രമങ്ങളെല്ലാം വളരെ ലളിതവൽക്കരിക്കുന്ന, ലിബറലൈസ് ചെയ്യുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വികസനം നമ്മൾ കണക്ക് കൂട്ടുന്നതിനനുസരിച്ച് തന്നെ, ഷെഡ്യൂൾ ചെയ്യുന്നതിനനുസരിച്ച് തന്നെ നടക്കുന്നതിനുള്ള കാരണം. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായിട്ടുള്ള ഘടകമാണ്. നിയന്ത്രണങ്ങൾ കൂടുതൽ കൊണ്ടുവന്നാൽ അത് വികസനത്തിനോ വളർച്ചയ്ക്കോ സഹായിക്കില്ല എന്നുള്ള ഏറ്റവും ലളിതമായിട്ടുള്ള സത്യം പ്രാബല്യത്തിൽ കൊണ്ടുവരികയാണ്. അത് കൃത്യമായി നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ അധികാരികളുടെ ഭാഗത്തു നിന്ന് വരുന്നതും. അതിനനുസരിച്ച് ഉള്ളതുകൊണ്ട് വീണ്ടും കരാറുകളുടെ പുറകെ പോകാതെ നമുക്ക് കിട്ടിയിരിക്കുന്ന അവസരങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കുകയും അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വരാൻ പോകുന്ന ഈ എക്സ്പോ പോലുള്ള കാര്യങ്ങളിൽ നമ്മൾ UAE-യുടെ അംബാസഡർമാരെ പോലെ പ്രവർത്തിക്കേണ്ടതുമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അത് നമ്മൾ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് വളരാനുള്ള സാഹചര്യമായിരിക്കും എന്നാണ്. വളരെയധികം നന്ദി ഇസ്മായിൽ റാവുത്തർ. ഡോക്ടർ ആസാദ് മൂപ്പൻ, ഹംസ അബ്ബാസ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് പ്രതികരിച്ചതിന്. UAE-യിലെ ബിസിനസ് ലോകവും ദേശീയ ദിനാഘോഷത്തെ വരവേൽക്കാൻ മുന്നിലുണ്ട്. എല്ലാ തുറകളിലും ഇന്ത്യക്ക് UAE നൽകിവരുന്ന പിന്തുണ അനൽപമാണെന്ന് വ്യവസായ പ്രമുഖൻ MA യൂസുഫ് അലി മീഡിയ വണ്ണോട് പറഞ്ഞു. UAE ദേശീയ ദിനാഘോഷം തദ്ദേശീയ ജനതയ്ക്കൊപ്പം ചേർന്നാഘോഷിക്കാൻ പ്രവാസി സമൂഹവും മുന്നിൽ തന്നെയുണ്ടെന്ന് MA യൂസുഫ് അലി പറഞ്ഞു. ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസികൾക്ക് ഈ നാട് നൽകുന്ന സഹായം ചെറുതല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. നമ്മുടെ രാജ്യത്ത് നിന്ന് നമ്മുടെ രാജ്യത്ത് ജീവിക്കാൻ സാധിക്കാതെ, സമ്പാദിക്കാൻ സാധിക്കാതെ, സ്വന്തം മാതാപിതാക്കൾക്ക് മരുന്ന് മേടിക്കാൻ കാശ് അവിടെ നിന്നുണ്ടാക്കാൻ സാധിക്കാതെ, കുടുംബങ്ങളെ വളർത്താൻ സാധിക്കാതെ കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് ജോലി ചെയ്യുവാനും കച്ചവടം ചെയ്യുവാനും, അതുകൂടാതെ അതിൽ നിന്ന് കിട്ടുന്ന നമ്മളുടെ വരുമാനം ഒരു ബുദ്ധിമുട്ടും കൂടാതെ നമ്മുടെ രാജ്യത്തിലേക്ക് അയക്കാനും നമ്മൾക്ക് അനുവാദം തരുന്ന, അതിനുള്ള സൗകര്യം ചെയ്തു തരുന്ന വിശാല ഹൃദയരായ ഈ രാജ്യത്തിലെ ഭരണകർത്താക്കൾ സ്നേഹവും അഭിനന്ദനവും അർഹിക്കുന്നു. കാരണം ഈ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നത് യൂറോപ്യൻ ഇൻഫ്രാസ്ട്രക്ചർ, സെക്യൂരിറ്റി, അതുകൂടാതെ ഇവിടെ സെക്യുലറിസം, മതേതരത്വം. എക്സ്പോ 2020 നടത്തുവാനുള്ള വേദിയായി ദുബായ് മാറിയത് വികസന രംഗത്ത് വലിയ കുതിച്ചുചാട്ടത്തിനാവും വഴിയൊരുക്കുകയെന്നും യൂസുഫ് അലി വിലയിരുത്തുന്നു. അതുകൊണ്ട് ലാഭം അല്ലെങ്കിൽ ബെനിഫിറ്റ് ഉണ്ടാകുന്നത് ഇവിടുത്തെ ഭരണകർത്താക്കൾക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ പൗരന്മാർക്കോ മാത്രമല്ല, ഇവിടെ ജീവിക്കുന്ന നമ്മൾക്ക്, ഇനിയും വരാൻ പോകുന്ന ഒരുപാട് ജോലി തേടി വരുന്ന നമ്മുടെ സഹോദരന്മാർക്ക്, സഹോദരികൾക്ക് എല്ലാവർക്കും ഗുണമാണ്. UAE-യുടെ വളർച്ചയ്ക്കൊപ്പം കൂടുതൽ സ്ഥാപനങ്ങൾ ആരംഭിച്ച് ലുലു ശൃംഖല വിപുലീകരിക്കാൻ പദ്ധതിക്ക് രൂപം നൽകിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മീഡിയ വൺ, ദുബായ്. UAE-യുടെ 42ാം ദേശീയ ദിനം ആഘോഷിക്കുമ്പോൾ അബുദാബിയിലെ ഷെയ്ഖ് സായിദ് പള്ളിയുടെ മോഡൽ നിർമ്മിച്ച് വ്യത്യസ്തനാവുകയാണ് മലയാളിയായ റിഷാദ് കെ അലി. അബുദാബിയിൽ നിന്നുള്ള റിപ്പോർട്ട്. ലോകപ്രശസ്തമാണ് അബുദാബിയിലെ ഷെയ്ഖ് സായിദ് മോസ്ക്. UAE ഒന്നടങ്കം ദേശീയ ദിനം ആഘോഷിക്കുമ്പോൾ നിരവധി പ്രത്യേകതയുള്ള ഷെയ്ഖ് സായിദ് പള്ളിയുടെ മിനി രൂപം നിർമ്മിച്ചാണ് മലയാളിയായ റിഷാദ് അലി ആഘോഷിക്കുന്നത്. മുഗൾ വാസ്തുശില്പവും അറബിക് ആർക്കിടെക്ചർ മിക്സ് ചെയ്ത് നിർമ്മിച്ച ഈ പള്ളി 1 വർഷമെടുത്താണ് റിഷാദ് പണി പൂർത്തിയാക്കിയത്. അബുദാബിയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ പ്രദർശനത്തിനായി വെച്ച ഈ ഷെയ്ഖ് സായിദ് പള്ളിയുടെ മിനി മോഡൽ കാണാൻ നിരവധി പേരാണ് എത്തുന്നത്. ദുബൈയിലെ ഒരു അഡ്വർടൈസിംഗ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന റിഷാദിന്റെ കുടുംബവും ഇതിന് പിന്തുണയായി കൂടെയുണ്ടായിരുന്നു. ജവാദ് മുഹമ്മദ്, മീഡിയ വൺ, അബുദാബി. ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി 1000-ഓളം സൈക്കിളുകളുള്ള മാരത്തോൺ ശ്രദ്ധേയമായി. ഫ്ലാഗ് ടു ഫ്ലാഗ് എന്ന പേരിൽ നടത്തിയ സൈക്കിൾ മാരത്തോണിൽ UAE-യുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുത്തു. 150 കിലോമീറ്റർ നീളത്തിലാണ് സൈക്കിൾ മാരത്തോൺ നടന്നത്. കനത്ത സുരക്ഷയോടെയാണ്
സൈക്കിൾ മാരത്തോൺ. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ അംഗവൈകല്യമുള്ളവർ, സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയ എല്ലാ മേഖലയിലുള്ളവരും സൈക്കിൾ റാലിയിൽ പങ്കാളികളായി. സൗദിയിൽ നിന്ന് വിദേശികളെ ഒഴിവാക്കുകയല്ല, മറിച്ച് അനധികൃത തൊഴിലാളികളെ നിയമാനുസൃതമായി രാജ്യത്ത് നിലനിർത്തുകയാണ് ഇപ്പോഴത്തെ നിയമ നടപടികളുടെ ലക്ഷ്യമെന്ന് അമീർ ഫൈസൽ പറഞ്ഞു. ജിദ്ദയിൽ സ്വവസതിയിൽ മലയാളി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സൗദിയിൽ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നിയമങ്ങൾ ഒരിക്കലും വിദേശികളെ ബുദ്ധിമുട്ടിക്കാനുള്ളതല്ലെന്നും മറിച്ച് അവരുടെ തൊഴിൽ സംരക്ഷണത്തിനുള്ളതാണെന്നും അമീർ ഫൈസൽ പറഞ്ഞു. വർഷങ്ങളോളം ഒരു രേഖയുമില്ലാതെ രാജ്യത്ത് തങ്ങുന്ന അനേകം വിദേശികൾ ഇവിടെയുണ്ട്. ഇത് ഒരു രാജ്യത്തിനും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദേശികൾക്ക് ധാരാളം പുതിയ തൊഴിലവസരങ്ങളാണ് സൗദിയിൽ വരാൻ പോകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. They want everything will be good and legal. They want to make it straight and nice for the future, for the kingdom. ഇന്ത്യക്കാരെ, പ്രത്യേകിച്ചും കേരളക്കാരെ താൻ വളരെയധികം ഇഷ്ടപ്പെടുന്നു എന്ന് പല പ്രാവശ്യം കേരളം സന്ദർശിച്ചിട്ടുള്ള അമീർ പറഞ്ഞു. 2000 വാഹനങ്ങളുമായി ഒരു ടാക്സി സർവീസ് കമ്പനി തുടങ്ങാൻ താൻ പദ്ധതിയിട്ടിട്ടുണ്ടെന്നും ഇതിലേക്കാവശ്യമായ മുഴുവൻ ഡ്രൈവർമാരെയും ഇന്ത്യയിൽ നിന്നുമായിരിക്കും റിക്രൂട്ട് ചെയ്യുക എന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിൽ പ്രചാരത്തിലുള്ള ടാറ്റോ നാനോ കാർ സൗദിയിലെ എയർപോർട്ടുകളിലും ഹോട്ടൽ ഡെലിവറി സർവീസ് രംഗത്തും കൂടുതൽ പ്രയോജനപ്പെടുമെന്നതിനാൽ സൗദിയിൽ അവ ലഭ്യമാക്കുന്നതിനുള്ള ശ്രമം താൻ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും അമീർ പറഞ്ഞു. Indian people, I think it's excellent and the best because they don't want to make any problems. They want, straight. They want to work, safely. They don't want to make any complicated with anybody. അമീറിന്റെ ഭാര്യ സഹോദരൻ ഖാലിദ് അൽ ഗാംദിയും ബിസിനസ് ഉപദേശകനായ അബ്ദുൽ ഹക്ക് തിരൂരങ്ങാടിയും സംബന്ധിച്ചു. സാദിഖ് അലി തുവൂർ, മീഡിയ 1, ജിദ്ദ. US നാവികസേനയുടെ കീഴിലുള്ള മറൈൻ സപ്പോർട്ട് സർവീസ് ബഹ്റൈനിൽ നിന്ന് മാറ്റാൻ ഉദ്ദേശമില്ലെന്ന് US നേവി കമാൻഡർ ജോനാഥൻ ഗ്രീനർട്ട് വ്യക്തമാക്കി. അമേരിക്കയും ബഹ്റൈനും തമ്മിൽ ദൃഢവും ശക്തവുമായ ബന്ധമാണ് നിലനിൽക്കുന്നത്. മറൈൻ സപ്പോർട്ട് സർവീസിന് മെച്ചപ്പെട്ട സൗകര്യമാണ് ബഹ്റൈൻ നൽകുന്നത്. അതിനാൽ തന്നെ സപ്പോർട്ട് സെന്റർ നീക്കുന്നതിനുള്ള ചർച്ചകൾ US നേവിയുടെ മുന്നിലില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കുവൈത്തിലെ ജെറ്റ് കുവൈത്ത് എയർവേസ് വിവാദം വീണ്ടും ചൂടുപിടിക്കുന്നു. പാർലമെന്റ് സമിതി അന്വേഷിക്കണമെന്ന് നാഷണൽ അസംബ്ലി സെക്രട്ടറി ആവശ്യപ്പെട്ടു. ഇറാഖിൽ നിന്ന് കിട്ടിയ നഷ്ടപരിഹാരം എന്ത് ചെയ്തുവെന്ന് അന്വേഷിക്കണമെന്നും ആവശ്യമുയർന്നു. ഉപയോഗിച്ച എയർക്രാഫ്റ്റുകൾ വാങ്ങാൻ കുവൈത്ത് ദേശീയ വിമാന കമ്പനിയും ഇന്ത്യൻ കമ്പനിയായ ജെറ്റ് എയർവേസ് ലിമിറ്റഡുമായി ഉണ്ടാക്കിയ കരാറിനെക്കുറിച്ച് പ്രത്യേക പാർലമെന്ററി സമിതി ഉണ്ടാക്കി അന്വേഷണം നടത്തണമെന്നാണ് ദേശീയ അസംബ്ലി സെക്രട്ടറി കൂടിയായ യാക്കൂബ് അൽ സാനി MP ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതര GCC രാജ്യങ്ങൾ തങ്ങളുടെ വിമാനങ്ങൾ ആധുനികവൽക്കരിക്കുമ്പോൾ കുവൈത്ത് എയർവേസ് വീണ്ടും പഴയ വിമാനങ്ങൾ വാങ്ങാൻ കൈക്കൊണ്ട തീരുമാനം ആശ്ചര്യപ്പെടുത്തുന്നതായി പറഞ്ഞ ഡോക്ടർ സാനി, ഇറാഖ് എയർവേസിൽ നിന്ന് നഷ്ടപരിഹാരമായി ലഭിച്ച $500 മില്യൺ എന്തു ചെയ്തു എന്ന കാര്യത്തിലും വിശദമായ അന്വേഷണം നടത്തണമെന്ന് കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ വിമാന കമ്പനിയായ ജെറ്റ് എയർവേസിൽ നിന്ന് ഉപയോഗിച്ച വിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള പദ്ധതിയുടെ പേരിൽ ചെയർമാൻ സാമി അൽ നിസ്ഫിനെ വ്യോമയാന മന്ത്രി പുറത്താക്കിയിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ബോർഡ് അംഗവും രാജിവെക്കുകയുമുണ്ടായി. തന്നെ പുറത്താക്കിയ വ്യോമയാന ചുമതലയുള്ള കമ്മ്യൂണിക്കേഷൻ മന്ത്രി ഈസ അൽ കന്ദരിയുടെ തീരുമാനത്തിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് സാമി അൽ നിസ് പ്രഖ്യാപിച്ചിരുന്നു. കുവൈത്ത് രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിൽ ജെറ്റ് കുവൈത്ത് കരാർ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈറ്റ് സിറ്റി. ത്വായിഫ് നഗരത്തിലെ പൊതുഗതാഗതത്തിന് 27 മില്യൺ റിയാൽ പദ്ധതിക്ക് മക്ക മേഖലാ ഗവർണർ അമീർ ഖാലിദ് അൽ ഫൈസൽ അനുമതി നൽകി. നിലവിൽ നടന്നുവരുന്നതും പുതുതായി ആരംഭിക്കുന്നതുമായ സമ്പൂർണ്ണ പൊതുഗതാഗത ശൃംഖലയാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത്. ജനസാന്ദ്രത കൂടിവരുന്ന ത്വായിഫ് നഗരത്തിൽ ഗതാഗത ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതാണ് പുതിയ പദ്ധതി. ത്വായിഫിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള മിയാവിയ മൈതാനം, കിങ് ഫൈസൽ റോഡ്, പാർക്കുകൾ, കിങ് അബ്ദുള്ള പാലത്തിനുള്ള സ്ഥലമെടുപ്പ് എന്നിവ പദ്ധതിയുടെ ഭാഗമായിരിക്കും. വേൾഡ് ട്രാവൽ പുരസ്കാരത്തിന് അബുദാബി കേന്ദ്രമായ ഇത്തിഹാദ് എയർവേസ് തെരഞ്ഞെടുക്കപ്പെട്ടു. തുടർച്ചയായ 5ാം തവണയാണ് ഇത്തിഹാദിന് പുരസ്കാരം. ഇപ്പോൾ 10ാം വാർഷികം ആഘോഷിക്കുന്ന ഇത്തിഹാദിനെ സംബന്ധിച്ചിടത്തോളം ഇത് മികച്ച നേട്ടമാണെന്ന് എയർലൈൻസ് CEO ജെയിംസ് ഹോഗൻ പറഞ്ഞു. കുവൈത്തിൽ നഴ്സറി വിദ്യാർത്ഥികൾക്കുള്ള ന്യൂ മൊക്കോക്കൾ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ 2ാം ഘട്ടം രാജ്യവ്യാപകമായി ഇന്നു മുതൽ ആരംഭിച്ചതായി ആരോഗ്യ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഖാലിദ് അൽ ഷഹ്ലാവി അറിയിച്ചു. രാജ്യത്തെ സർക്കാർ സ്വകാര്യ നഴ്സറികൾ വഴി 5 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്കാണ് പ്രതിരോധ കുത്തിവയ്പ് നൽകുന്നത്. ലോക എയ്ഡ്സ് ദിനത്തോടനുബന്ധിച്ച് മീഡിയ പ്ലസ് എയ്ഡ്സ് ദിനാചരണം സംഘടിപ്പിച്ചു. നസീം അൽ റബീഹ് മെഡിക്കൽ സെന്റർ, FCC എന്നിവ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. വിദ്യാഭ്യാസം, ചികിത്സ, പരിചരണം തുടങ്ങിയവയിലൂടെ എയ്ഡ്സ് വ്യാപനം തടയണമെന്ന് യോഗം അഭിപ്രായപ്പെട്ടു. നസീം അൽ റബീഹിലെ ഡോക്ടർ സയ്യിദ് അബ്ദുസ്സാമി ഉദ്ഘാടനം ചെയ്തു. മാന്ത്രികൻ RK മലയത്ത് അവതരിപ്പിച്ച എയ്ഡ്സ് ബോധവൽക്കരണ മാജിക് ഷോയും നടന്നു.
പ്രവാസ ലോകത്ത് ജീവകാരുണ്യ മേഖലയിൽ പുതിയ ചുവടുവെപ്പുമായി ഒരു കൂട്ടം യുവാക്കൾ. കുവൈത്ത് മരുഭൂമിയിൽ ആടുകളെയും ഒട്ടകങ്ങളെയും മേച്ചു കഴിയുന്ന തൊഴിലാളികൾക്ക് വസ്ത്രവും ഭക്ഷണവും അടങ്ങിയ കിറ്റുകൾ വിതരണം ചെയ്താണ് ഇവർ ജനസേവന മേഖലയിൽ വേറിട്ട പദ്ധതി നടപ്പാക്കിയത്. മരുഭൂമിയിലെ ദുർഘടപാതകളിലൂടെ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് അർഹരായ 100 പേരെ കണ്ടെത്തിയാണ് കിറ്റുകൾ വിതരണം ചെയ്തത്. 16 വാഹനങ്ങളിലായി യൂത്ത് ഇന്ത്യയുടെ പ്രവർത്തകരും സഹകാരികളും ഉൾപ്പെടെ 70ഓളം പേരാണ് സൗദിയുമായും ഇറാഖുമായും അതിർത്തി പങ്കിടുന്ന സാൽമി മരുഭൂമിയിൽ താമസിക്കുന്ന ആട്ടിടയന്മാർക്ക് ആശ്വാസമേകിയത്. വർഷങ്ങളോളമായി പുറം ലോകവുമായി ബന്ധമില്ലാതെ മരുഭൂമിയിലെ ടിൻഷെഡിൽ കഴിഞ്ഞുകൂടാൻ വിധിക്കപ്പെട്ടവരാണ് ഇവരിൽ ഭൂരിഭാഗവും. റിക്രൂട്ട്മെന്റ് ഏജൻസികളുടെ മോഹന വാഗ്ദാനങ്ങളിൽ വീണ് വൻതുക നൽകി ചതിയിലകപ്പെട്ടവരുമുണ്ട് ഇക്കൂട്ടത്തിൽ. ആന്ധ്ര, തമിഴ്നാട്, ബംഗാൾ, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും എത്യോപ്യ, സുഡാൻ, നേപ്പാൾ, ബംഗ്ലാദേശ് എന്നീ രാജ്യക്കാരുമായ ആട്ടിടയന്മാർക്കാണ് കിറ്റുകൾ വിതരണം ചെയ്തത്. खाना को भी मिला, अभी मुझको बात करे भी मिला, अम्मा से, अम्मी से, डैडी से, मुझको सब चीज़ मिला. मुझे ठंडी लगती थी, बस एक ही जैकेट थी, वो भी फटी थी. പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ സഹകരണത്തോടെയായിരുന്നു യൂത്ത് ഇന്ത്യ ഡെസേർട്ട് കിറ്റ് പ്രൊജക്ട് എന്ന പേരിൽ പദ്ധതി നടപ്പാക്കിയത്. നേരത്തെ പദ്ധതിയുടെ ഉദ്ഘാടനം മലബാർ ഗോൾഡ് കുവൈത്ത് MD അഫ്സൽ ഖാൻ യൂത്ത് ഇന്ത്യ പ്രസിഡന്റ് അർഷദിന് കിറ്റുകൾ കൈമാറി നിർവഹിച്ചു. KIG പ്രസിഡന്റ് സക്കീർ ഹുസൈൻ തുവൂർ, യൂത്ത് ഇന്ത്യ ജനസേവന വിഭാഗം കൺവീനർ അനീസ് അബ്ദുസലാം, ജനറൽ സെക്രട്ടറി ഷാഫി PT എന്നിവർ സംബന്ധിച്ചു. മുനീർ അഹമ്മദ്, മീഡിയ 1 കുവൈറ്റ് സിറ്റി. കുവൈത്തിൽ ആരംഭിക്കുന്ന ദേശീയ സാംസ്കാരിക ക്യാമ്പയിന്റെ ഭാഗമായി മണൽ ഗ്രാമം ഒരുങ്ങുന്നു. 30,000 ചതുരശ്ര മീറ്ററിൽ ഒരുങ്ങുന്ന മണൽ ഗ്രാമത്തിൽ 20 രാജ്യങ്ങളിൽ നിന്നായി 70ലേറെ ശില്പികളാണ് മണലിൽ കരവിരുത് തീർക്കുന്നത്. കുവൈത്തിയായതിൽ അഭിമാനം കൊള്ളുന്നു എന്ന തലക്കെട്ടിൽ സംഘടിപ്പിച്ചു വരുന്ന ദേശീയ സാംസ്കാരിക ക്യാമ്പയിനോടനുബന്ധിച്ചാണ് കുവൈത്ത് അന്താരാഷ്ട്ര പ്രദർശന നഗരിയിൽ മണൽ ശില്പങ്ങൾ ഒരുങ്ങുന്നത്. അമേരിക്ക, കാനഡ തുടങ്ങി 20 രാജ്യങ്ങളിൽ നിന്നായി ലോകപ്രശസ്തരായ 70ലേറെ ശില്പികളും കലാകാരന്മാരും കഴിവുകൾ മാറ്റുരക്കുന്ന മണൽ ഗ്രാമത്തിന്റെ വിസ്തീർണം 30,000 ചതുരശ്ര മീറ്ററാണ്. വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട 35 ടൺ മണലാണ് ശില്പനിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത്. സാംസ്കാരിക ക്യാമ്പയിനോടനുബന്ധിച്ച് തയ്യാറാക്കുന്ന പൈതൃക ഗ്രാമത്തോട് ചേർന്നാണ് മണൽ ശില്പങ്ങൾ ഒരുങ്ങുന്നത്. പ്രകൃതി വിഭവങ്ങളായ മണ്ണ്, ജലം, വായു, തീ എന്നിവ ഉപയോഗപ്പെടുത്തി മഹാശില്പികളുടെ കരവിരുതിൽ തീർക്കപ്പെടുന്ന അപൂർവ നിർമ്മിതികൾ 3 മാസക്കാലം സന്ദർശകർക്കായി നിലനിർത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. തിന്മകൾക്കെതിരെയുള്ള ബോധവൽക്കരണവുമായി ബഹ്റൈനിൽ ആരംഭിച്ച ദിശ ഇൻഡോ ബഹ്റൈൻ സാംസ്കാരിക പ്രദർശനം ശ്രദ്ധേയമാവുന്നു. സൽമാനിയയിൽ പ്രത്യേകം സജ്ജമാക്കിയ നഗരിയിൽ നടക്കുന്ന പ്രദർശനം ഡിസംബർ 10 വരെ നീളും. ദിശ എന്ന പേരിൽ ബഹ്റൈനിലെ സൽമാനിയയിൽ ആരംഭിച്ച ഇൻഡോ ബഹ്റൈൻ സാംസ്കാരിക പ്രദർശനം ബഹ്റൈൻ പാർലമെന്റ് അംഗം അബ്ദുൽ ഹക്കീം ഷംരിയാണ് ഉദ്ഘാടനം ചെയ്തത്. പാർലമെന്റ് അംഗങ്ങളായ അഹമ്മദ് അബ്ദുൽ വാഹിദ് കറാത്ത, അലി സയ്യിദ്, മുഹമ്മദ് സാലിഹ് അൽ കഹ്താനി തുടങ്ങിയ നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ക്യാപിറ്റൽ ചാരിറ്റി അസോസിയേഷനും കേരള ആർട്സ് ആൻഡ് കൾച്ചറൽ അസോസിയേഷനുമായി ചേർന്ന് KIG സംഘടിപ്പിക്കുന്ന പ്രദർശനം സൽമാനിയയിലെ ഖാദിസിയ ഗ്രൗണ്ടിൽ പ്രത്യേകം സജ്ജമാക്കിയ പവലിയനുകളിലാണ് നടക്കുന്നത്. പരിസ്ഥിതി മലിനീകരണം, പലിശക്കെണി, മദ്യദുരന്തം, സ്ത്രീധനം തുടങ്ങിയ സാമൂഹിക തിന്മകൾക്കെതിരായ സന്ദേശങ്ങളും ഇന്ത്യ ബഹ്റൈൻ സാംസ്കാരിക ബന്ധത്തിന്റെ അടയാളങ്ങളുമടക്കം നിരവധി കാഴ്ചകളാണ് 28ഓളം സ്റ്റാളുകളിലായി സംഘാടകർ ഒരുക്കിയിരിക്കുന്നത്. ഡയലോഗ് സെന്റർ കേരള, കോട്ടയത്തും തിരുവനന്തപുരത്തും തൃശ്ശൂരും ഇതിനു മുമ്പ് ദിശ എന്ന പേരിൽ എക്സിബിഷൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായാണ് ബഹ്റൈനിൽ ഇപ്പോൾ ഈ എക്സിബിഷൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. ദൈവിക വ്യവസ്ഥയെയും ധാർമ്മിക സദാചാര മൂല്യങ്ങളെയും പരിചയപ്പെടുത്തുന്നതോടൊപ്പം മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന സാമൂഹ്യ തിന്മകളെക്കുറിച്ചുള്ള ബോധവൽക്കരണവും ഈ 28ഓളം വരുന്ന സ്റ്റാളുകളിൽ നിർവഹിക്കപ്പെടുന്നുണ്ട്. ബഹ്റൈനിലുള്ള മലയാളി സമൂഹത്തിൽ നിന്നും നല്ല പ്രതികരണങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുകൂടാതെ പ്രദർശനത്തിനോടനുബന്ധിച്ച് വൈകുന്നേരങ്ങളിൽ ചർച്ചാ സദസ്സുകളും സാംസ്കാരിക പരിപാടികളും പ്രദർശന നഗരിയിൽ അരങ്ങേറുന്നു. പ്രദർശനം കാണാൻ 100 കണക്കിന് പേരാണ് സൽമാനിയയിലെ ഖാദിസിയ ഗ്രൗണ്ടിൽ ദിനേന എത്തിച്ചേരുന്നത്. സിറാജ് പള്ളിക്കര, മീഡിയ 1 ബഹ്റൈൻ. ഖത്തറിലെ പ്രമുഖ ഫേസ്ബുക്ക് കൂട്ടായ്മയായ ക്യൂ മലയാളം സംഘടിപ്പിച്ച ഗസൽ സന്ധ്യ അവതരണ രീതി കൊണ്ട് ശ്രദ്ധേയമായി. സംഘടനയിലെ തന്നെ അംഗങ്ങൾ അവതരിപ്പിച്ച ഗാനങ്ങളായിരുന്നു പരിപാടിയിൽ അരങ്ങേറിയത്. ഖത്തറിൽ വളരെ വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന പ്രധാന ഫേസ്ബുക്ക് കൂട്ടായ്മയാണ് ക്യൂ മലയാളം. പാടാതെ പോകുകയോ പ്രണയാർദ്ര ഗീതം എന്ന പേരിൽ ക്യൂ മലയാളം സംഘടിപ്പിച്ച ഗസൽ സന്ധ്യയിൽ നിരവധി ഗായകർ തങ്ങളുടെ കഴിവ് പ്രകടിപ്പിച്ചു. വൈകുന്നേരം 7 മണി മുതൽ ആരംഭിച്ച പരിപാടി അംഗങ്ങൾക്ക് പുതിയ അനുഭവമായി. ഗായകർ മുതൽ കേൾവിക്കാർ വരെ സംഘടനയുടെ തന്നെ അംഗങ്ങൾ മാത്രമായിരുന്നു എന്നതാണ്
പരിപാടിയുടെ മറ്റൊരു പ്രത്യേകത. മലയാളത്തിലെയും ഉറുദുവിലെയും പ്രശസ്തമായ ഗാനങ്ങൾ മാത്രം കോർത്തിണക്കിയായിരുന്നു ഗസൽ സന്ധ്യ. ഉത്തരേന്ത്യയിലെ ഗസൽ മെഹ്ഫിലിനെ അനുകരിച്ചായിരുന്നു സ്റ്റേജിന്റെ സംവിധാനം. സ്ത്രീകളും കുട്ടികളുമടക്കം നൂറുകണക്കിന് ക്യൂ മലയാളം അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു. റമീസ് ചാത്തിയാറ, മീഡിയ 1, ദോഹ. സ്വിറ്റ്സർലൻഡിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന UAE അംബാസിഡർ MK ലോകേഷിന് അബുദാബിയിലെ പ്രമുഖ സംഘടനകൾ യാത്രയയപ്പ് നൽകി. അബുദാബി ഇന്ത്യൻ സോഷ്യൽ സെന്ററിൽ നടന്ന പ്രൗഢഗംഭീര ചടങ്ങിൽ പ്രമുഖ വ്യവസായി യൂസുഫ് അലി ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുത്തു. അബുദാബിയിലെ രജിസ്ട്രേഡ് ഓർഗനൈസേഷനായ ഇന്ത്യ സോഷ്യൽ സെന്റർ പ്രസിഡന്റ് തോമസ് ജോൺ, അബുദാബി മലയാളി സമാജം പ്രസിഡന്റ് മനോജ് പുഷ്കർ, കേരള സോഷ്യൽ സെന്റർ പ്രസിഡന്റ് വാസു എന്നിവർ പങ്കെടുത്തു. ഖത്തറിലെ ഇന്ത്യൻ ഇസ്ലാമിക് അസോസിയേഷൻ സംഘടിപ്പിച്ച പ്രഥമ മാധ്യമ പുരസ്കാരം മാധ്യമം റിപ്പോർട്ടർ PP കബീറിന് സമ്മാനിച്ചു. അവാർഡ് ദാന ചടങ്ങിനോടനുബന്ധിച്ച് മാധ്യമ നൈതികത എന്ന വിഷയത്തിൽ സെമിനാറും സംഘടിപ്പിച്ചു. പ്രമുഖ മാധ്യമ നിരൂപകൻ ഡോക്ടർ യാസിൻ അഷ്റഫായിരുന്നു മുഖ്യപ്രഭാഷകൻ. സമൂഹത്തിൽ കാര്യങ്ങൾ നിശ്ചയിക്കാൻ മാധ്യമങ്ങൾക്ക് ശക്തിയുണ്ടെന്നും ഇത് വിപരീത ദിശയിൽ പ്രയോഗിക്കുമ്പോൾ അത് വിനാശകരമായി തീരുമെന്നും പ്രശസ്ത മാധ്യമ നിരൂപകൻ ഡോക്ടർ യാസിൻ അഷ്റഫ് വ്യക്തമാക്കി. ഇന്ത്യൻ ഇസ്ലാമിക് അസോസിയേഷൻ മാധ്യമ നൈതികത എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാറിൽ മുഖ്യ പ്രഭാഷണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാധ്യമങ്ങൾ ജനങ്ങളോടുള്ള പ്രതിബദ്ധത മറന്ന് മാർക്കറ്റിനോട് പ്രതിബദ്ധതയുള്ളതായി മാറുന്നത് അപകടകരമാണ്. മാധ്യമങ്ങൾ അജണ്ട നിർണ്ണയിക്കുന്നവരാകരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അസോസിയേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ മാധ്യമ പുരസ്കാരം മാധ്യമം സീനിയർ സബ് എഡിറ്റർ PP കബീറിന് വേണ്ടി മാധ്യമം അസോസിയേറ്റ് എഡിറ്റർ കൂടിയായ ഡോക്ടർ യാസിൻ അഷ്റഫ് ഏറ്റുവാങ്ങി. അൽ ജസീറ സ്റ്റഡീസിന്റെ ഡയറക്ടർ ഡോക്ടർ ആമിർ അൽ ഖുദുവയാണ് അവാർഡ് വിതരണം ചെയ്തത്. ഖത്തർ ന്യൂസ് ഏജൻസി മീഡിയ ഇൻസ്റ്റിറ്റ്യൂഷൻ തലവൻ ഇബ്രാഹിം മുഹമ്മദ് അൽ ഉബൈദ് അലിയായിരുന്നു പരിപാടിയുടെ ഉദ്ഘാടകൻ. മീഡിയ 1, ദോഹ. ഖത്തറിൽ സന്ദർശനത്തിനെത്തിയ കൈരളി ചാനൽ മിഡിൽ ഈസ്റ്റ് റീജിയണൽ തലവൻ EM അഷ്റഫിനും മാധ്യമം അസോസിയേറ്റ് എഡിറ്റർ യാസിൻ അഷ്റഫിനും ഇന്ത്യൻ മീഡിയ ഫോറം സ്വീകരണം നൽകി. പ്രവാസികളെ കേരളീയർ മനസ്സിലാക്കാത്തതുപോലെ മാധ്യമങ്ങളും ശരിയായി തിരിച്ചറിഞ്ഞിട്ടില്ലെന്ന് EM അഷ്റഫ് പറഞ്ഞു. മാധ്യമങ്ങൾ മുമ്പത്തേക്കാൾ അധികം ജനങ്ങളാൽ നിരീക്ഷിക്കപ്പെടുന്നുവെന്ന് ഡോക്ടർ യാസിൻ അഷ്റഫും പറഞ്ഞു. തനിമ ജിദ്ദ ഷറഫിയ ഏരിയ കുടുംബസംഗമം സംഘടിപ്പിച്ചു. ഇമാം ബുഖാരി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന സംഗമം സോണൽ പ്രസിഡന്റ് സഫറുള്ള മുള്ളോളി ഉദ്ഘാടനം ചെയ്തു. ഗൾഫ് മാധ്യമം എക്സിക്യൂട്ടീവ് എഡിറ്റർ VM ഇബ്രാഹിം, CK മുഹമ്മദ് നജീബ്, മഹബൂബ് പത്തപ്പിരിയം, ഇസ്മായിൽ കലായി, അബ്ദുൽ ബാരി എന്നിവർ സംസാരിച്ചു. സംഗമത്തോടനുബന്ധിച്ച് ഗാനമേളയും അരങ്ങേറി. റിസാല സ്റ്റഡി സർക്കിൾ യാംബു സെക്ടർ സാഹിത്യോത്സവ് സംഘടിപ്പിച്ചു. യാംബു ഹമാസാത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ കുട്ടികൾക്കായി മാപ്പിളപ്പാട്ട്, കഥ പറയൽ, ഡ്രോയിങ്, ബുർദ, കവിതാരചന, മൗലീദ് പാരായണം എന്നിവ നടന്നു. സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സംഗമം മുബാറക് യൂസുഫ് കൊല്ലം ഉദ്ഘാടനം ചെയ്തു. യാംബു മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷിയാസ് കുഞ്ഞുബാവ, OICC സെക്രട്ടറി സിദ്ദീഖുൽ അക്ബർ, KMCC നാഷണൽ കമ്മിറ്റി ഉപാധ്യക്ഷൻ അബ്ദുൽ കരീം താമരശ്ശേരി, മീഡിയ 1 റിപ്പോർട്ടർ സിയ മഞ്ചേരി, നജീബ് മുസ്ലിയാർ എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവിലയും വിനിമയ നിരക്കും. ഇന്നത്തെ സ്വർണ്ണവില ജനങ്ങൾക്കു വേണ്ടി ബാബി ആൻഡ് മാരഡോണ. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾ കോഴിക്കോട് ജില്ലാ ജയിലിൽ യഥേഷ്ടം ഫോൺ ഉപയോഗിക്കുന്നതിന്റെ തെളിവുകൾ മീഡിയ 1 പുറത്തുവിട്ടു. 50 ദിവസത്തിനുള്ളിൽ മാത്രം 989 കോളുകളാണ് വിളിച്ചിരിക്കുന്നത്. 98 47 56 26 79 99 46 69 18 14 എന്നീ 2 നമ്പറുകളാണ് കൊടിസുനിയുടെ കൈവശമുള്ളത്. കോഴിക്കോട് ആയഞ്ചേരി സ്വദേശിയുടെ പേരിലാണ് ഇതിൽ ഒന്നാമത്തെ നമ്പർ. ഇരു നമ്പറുകളും 5 തവണ പോർട്ട് ചെയ്തിട്ടുണ്ട്. അറസ്റ്റിലായ ആദ്യ 3 മാസങ്ങളിൽ 50-ൽ താഴെ കോളുകൾ മാത്രമാണ് ഈ നമ്പറിൽ നിന്ന് പുറത്തുപോയത്. ക്രമേണ കോളുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടായി. 50-ലധികം കോളുകൾ ചെയ്ത ദിവസങ്ങളുണ്ട്. മറ്റ് പ്രതികൾക്ക് സ്വന്തക്കാരെ വിളിക്കാൻ കൊടിസുനിയുടെ ഫോൺ ഉപയോഗിച്ചതിന്റെ തെളിവുകളുമുണ്ട്. ഫോൺ ലിസ്റ്റിലെ സീരിയൽ നമ്പർ 504 അതാണ് തെളിയിക്കുന്നത്. നമ്പർ 98 46 21 51 81. ഈ നമ്പർ കോഴിക്കോട് ജില്ലാ ജയിലിൽ കഴിയുന്ന കൊലക്കേസ് പ്രതിയുടെ സുഹൃത്തിന്റെ നമ്പറാണ്. വിചാരണ വേളയിൽ കോടതിയിലെത്തുമ്പോൾ ഫോൺ സന്ദേശമനുസരിച്ച് പുകയില ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ പ്രതികൾക്ക് യഥേഷ്ടം ലഭിക്കുന്നു. നേരത്തെ ജയിൽ മോചിതരായവരെയും സുഹൃത്തുക്കളെയുമാണ് ഇങ്ങനെ വിളിച്ചിട്ടുള്ളത്. 300-ലധികം സന്ദേശങ്ങളും 50 ദിവസ കാലയളവിനിടയിൽ ഈ ഫോണിൽ നിന്ന് പോയിട്ടുണ്ട്. കേസിലെ മറ്റൊരു പ്രതിയായ CPM നേതാവ് P മോഹനനെ ചികിത്സയ്ക്ക് കൊണ്ടുപോകുന്നതിന്റെ വിവരം ബന്ധുക്കൾക്കും പാർട്ടി നേതാക്കൾക്കും നേരത്തെ ലഭിച്ചിരുന്നു.
ഇതിനെ തുടർന്ന് പി മോഹനും പാർട്ടി നേതാക്കളും കൂടിക്കാഴ്ച നടത്തിയതിന്റെ ദൃശ്യങ്ങൾ നേരത്തെ മീഡിയ വൺ പുറത്തുവിട്ടിരുന്നു. ഇതിനു പിന്നാലെയാണ് ഫോൺ രേഖകൾ കൂടി മീഡിയ വൺ പുറത്തുവിടുന്നത്. ജയേഷ് രാഘവൻ, മീഡിയ വൺ, കൊച്ചി. ജയിൽ പരിശോധനയിൽ 3 ചാർജറും ഒരു മൊബൈൽ ഫോൺ കവറും കണ്ടെടുത്തു. ഇന്ന് വൈകുന്നേരത്തോടെ ജയിലിൽ നടത്തിയ പരിശോധനയിലാണ് ഇവ കണ്ടെത്തിയത്. തടവുകാരന്റെ മാധ്യമങ്ങൾ പുറത്തുവിട്ട ശബ്ദവും യഥാർത്ഥ ശബ്ദവും തമ്മിൽ യോജിക്കുന്നില്ലെന്ന് ജയിൽ DGP അലക്സാണ്ടർ ജേക്കബ് പറഞ്ഞു. ഫോട്ടോകൾ എവിടെ നിന്നാണ് അപ്ലോഡ് ചെയ്തതെന്ന് അറിയാൻ ഗൂഗിളിന്റെ സഹായം തേടും. വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് നജാത്തുള്ള ചേരുന്നു. നജാത്ത്, തെരച്ചിലിൽ എന്തൊക്കെയാണ് കണ്ടെത്തിയത്? ഏത് തടവുകാരന്റെ ശബ്ദത്തെക്കുറിച്ചാണ് DGP പറയുന്നത്? അജീംസ്, അല്പസമയം മുമ്പാണ് ജയിൽ DGP അലക്സാണ്ടർ ജേക്കബ് കോഴിക്കോട് ജയിലിലെത്തിയത്. അദ്ദേഹം മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയുണ്ടായി. 3 മൊബൈൽ ചാർജറും ഒരു കവറുമാണ് ഇതിനകം ജയിലിനകത്ത് നിന്നും കണ്ടെടുത്തിട്ടുള്ളത്. അതേസമയം സിം കാർഡോ ഫോണോ കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ മൊബൈൽ ചാർജറും കവറും കണ്ടെടുത്ത സ്ഥിതിക്ക് ഫോണും സിം കാർഡും ഉണ്ടാകാനുള്ള സാധ്യത അദ്ദേഹം മുൻകൂട്ടി കാണുന്നുണ്ട്. 50 പോലീസുകാരെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ഇതിനകം തന്നെ 2 പരിശോധന പൂർത്തിയാക്കി കഴിഞ്ഞു. ഇതിൽ നിന്നും കിട്ടിയ വസ്തുതകളാണ് അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം തന്നെ മാധ്യമങ്ങളിൽ വന്ന ഫോട്ടോകളുടെ, ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തതായി വന്ന മാധ്യമങ്ങളിൽ വന്ന ഫോട്ടോകളുടെ പശ്ചാത്തലവും ജയിലിനകത്തുള്ള ഉൾവശത്തുള്ള ദൃശ്യങ്ങളും തമ്മിൽ യോജിക്കുന്നില്ല. അതുകൊണ്ട് അത് കൃത്രിമമാണോ എന്നും പരിശോധിക്കേണ്ടതുണ്ട്. ഷാഫിയുടെ ശബ്ദം, ഇന്ന് ചാനലുകൾ പുറത്തുവിട്ട ഷാഫിയുടെ ശബ്ദവും അദ്ദേഹത്തിന്റെ യഥാർത്ഥ ശബ്ദവുമായി യോജിക്കുന്നില്ല. അതുകൊണ്ട് വോയിസ് അനലൈസർ ഉപയോഗിച്ചുകൊണ്ട് ഇതും പരിശോധിക്കേണ്ടതുണ്ട്. അതുപോലെ FBയിൽ ഫോട്ടോകൾ അപ്ലോഡ് ചെയ്തത് എവിടെയാണ് എന്നും എവിടെ നിന്നാണ് എന്നും അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഗൂഗിളിന്റെയും സൈബർ സെല്ലിന്റെയും സഹായം തേടിയിട്ടുണ്ട്. നാളെ രാവിലെ വരെ പരിശോധന തുടരും. അതിനുശേഷം ആഭ്യന്തരമന്ത്രിയുമായി ചർച്ച നടത്തിയിട്ട് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കും എന്നാണ് DGP അറിയിച്ചത്. അജീംസ്, വിവരങ്ങൾ നൽകിയത് നജാത്തുള്ള, കോഴിക്കോട്ട് നിന്ന്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ സോഷ്യൽ നെറ്റ്വർക്കുകളിലും സജീവമാണെന്നതിന് തെളിവുകൾ. ജയിലിനകത്തു നിന്നുള്ള നിരവധി ചിത്രങ്ങളാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. കേസിന്റെ വിചാരണ വേളയിലാണ് ഇവയിൽ അധിക ചിത്രങ്ങളും പുറത്തു വന്നിരിക്കുന്നത്. 2022 ലോകകപ്പിനായുള്ള ആതിഥേയത്വം ഖത്തറിന് ലഭിച്ചിട്ട് ഇന്നേക്ക് 3 വർഷം. വിവാദങ്ങൾക്കും ആശങ്കകൾക്കുമിടയിലും ഖത്തരി സമൂഹം സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിലൂടെ 2010 ലേലത്തെ ഓർമ്മിച്ചു. 4 ഘട്ടങ്ങളിലായി നടന്ന വോട്ടെടുപ്പിൽ മികച്ച ഭൂരിപക്ഷത്തോടെയായിരുന്നു ഖത്തർ ആതിഥേയത്വം സ്വന്തമാക്കിയത്. 4ാമത്തെ റൗണ്ടിൽ അമേരിക്കയെ 6 വോട്ടിന് പിന്തള്ളി ഖത്തർ ലോകകപ്പ് നടത്താനുള്ള അവസരം സ്വന്തമാക്കി. ഇതോടെ ലോകകപ്പ് നടത്തുന്ന ആദ്യത്തെ മിഡിൽ ഈസ്റ്റ് രാജ്യമെന്ന പദവി ഖത്തർ നേടി. റിയാദിലെ ഇന്ത്യൻ സ്കൂളുകൾക്ക് വേണ്ടി സംഘടിപ്പിച്ച ലുലു കപ്പ് 3ാമത് കേളി ഫുട്ബോൾ ടൂർണമെന്റിൽ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ചാമ്പ്യന്മാരായി. നസ്രിയ അൽ ആസിമ സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ ഏകപക്ഷീയമായ 1 ഗോളിന് ഡൽഹി പബ്ലിക് സ്കൂളിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ സ്കൂൾ കിരീടം ചൂടിയത്. കളിയുടെ 43ാം മിനിറ്റിൽ സൽമാനാണ് പെനാൽറ്റി കിക്കിലൂടെ വിജയ ഗോൾ നേടിയത്. ഫൈനലിലെ മികച്ച താരമായി സൽമാൻ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. വിജയികൾക്ക് ലുലു ഹൈപ്പർ മാർക്കറ്റ് റീജിയണൽ മാനേജർ ഷഫീഖ് അഹമ്മദ്, ജനറൽ മാനേജർ സലീം എന്നിവർ ചേർന്ന് ട്രോഫികൾ വിതരണം ചെയ്തു. മത്സരം വീക്ഷിക്കാൻ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അടക്കം നിരവധി പേർ എത്തി. ന്യൂസ് മിഡിൽ ഈസ്റ്റ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.